പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുകയുണ്ടായി. അത് ഈ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് ഇടതുപക്ഷ നിരീക്ഷകരുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ്. അതിൽ ഒരാളുടെ പേര് റെജി ലൂക്കോസ് എന്നാണ്, മറ്റേയാളുടെ പേര് BN ഹസ്കർ എന്നാണ്. അതിൽ റെജി ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള മാന്യൻ പെട്ടെന്നൊരു ദിവസം ഒരു വെളിപാടുണ്ടായി. CPM-നെ ന്യായീകരിക്കുന്നതെല്ലാം നിർത്തിയിട്ട് തൊട്ടു പിറ്റേന്ന് നേരെ BJP ഓഫീസിൽ പോയി രാജീവ് ചന്ദ്രശേഖരെ കെട്ടിപ്പിടിച്ച് BJP ആയി താമര ഉള്ള ഷോള് അണിഞ്ഞു. ഓരോരുത്ത സുപ്രഭാതത്തിൽ വിളിച്ചു പോകണം, ഇരുട്ടി വെളുക്കെ. അങ്ങനെ റെജി ലൂക്കോസ് അതിൻ്റെ വഴി അങ്ങ് പോയി. ഇനിയിപ്പോൾ അയാൾ BJP ആയിരിക്കും പ്രതിരോധിക്കുക എന്നാണ്. അതൊക്കെ കേൾക്കേണ്ട ഗതികേട് ഇനി നമുക്കുണ്ടാവും. അതുപോലെ തന്നെ BN ഹസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CPM നിരീക്ഷകൻ വർഷങ്ങളായി CPM-നെ അന്ധമായി ന്യായീകരിച്ചു കൊണ്ടിരുന്ന, അടിമ കമ്മി എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പറയാമായിരുന്ന BN ഹസ്കർ CPM-ന്റെ രൂക്ഷ വിമർശകനായി മാറിയിരിക്കുന്നു. അതിനെ തുടർന്ന് BN ഹസ്കറിനെ CPM ഈ പറഞ്ഞതുപോലെ നല്ല ഭാഷയിൽ ഭീഷണിപ്പെടുത്തുന്നു. പാർട്ടി താല്പര്യങ്ങൾക്കെതിരായി ഇനി പാർട്ടി ഇടത് നിരീക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ പങ്കെടുക്കരുത് എന്ന് പറയും. ഈ രണ്ട് സംഭവങ്ങളാണ് ഇപ്പം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. സുഹൃത്തുക്കളെ, ഇത് സൂചിപ്പിക്കുന്നത് എന്താ? ഇപ്പോൾ റെജി ലൂക്കോസിൻ്റെ മാറ്റം സൂചിപ്പിക്കുന്നത് എന്താ? റെജി ലൂക്കോസിൻ്റെ മാറ്റം സൂചിപ്പിക്കുന്നത് CPM എന്ന് പറഞ്ഞ പാർട്ടി എത്രത്തോളം ജീർണിച്ച് പുഴുത്തുന്ന അറിയുന്നുള്ളതല്ലേ? ഇനിയിപ്പോൾ റെജി ലൂക്കോസ് CPM-ലായിരുന്നപ്പോൾ ഉള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അയാൾക്ക് വല്ല ചുക്കും ചുണ്ണാമ്പോ എന്തെങ്കിലും രാഷ്ട്രീയമോ എന്തെങ്കിലും പ്രത്യശാസ്ത്രമോ ഇയാൾക്ക് അറിയാമായിരുന്നു? ഈ റെജി ലൂക്കോസ് ഞാൻ അയാളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അയാളെക്കുറിച്ചിട്ട് അയാളുടെ നാട്ടിലുള്ളവർക്ക് പോലും അയാളെന്തോ വിദേശത്ത് നിന്നൊക്കെ വന്നു എന്നൊക്കെ പറയുന്നത് അയാൾക്ക് യാതൊരു പിടിയേക്കില്ല. അയാൾക്ക് ഒന്നിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അയാൾ വന്ന് CPM-നെ കുറേ വർഷങ്ങളായി പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. CPM എന്ന് പറഞ്ഞ പാർട്ടിയെ ഒരു 6-7 വർഷമായി പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്ന ആളാണ് റെജി ലൂക്കോസ്, ഇടത് നിരീക്ഷകൻ. ഇതൊക്കെയോ വൃത്തികേടുകൾ അയാൾ വന്ന് വിളിച്ചു പറഞ്ഞു. CPM-ന് തലക്കടി കിട്ടുമ്പം ഒരു ചാനലിലും ഒരു CPM നേതാവും പോകാത്ത സമയത്ത് അയാളെ വിളിക്കും, അയാൾ കയറി ചെല്ലും. അയാൾ കയറി ചെന്നിട്ട് എന്തൊക്കെയോ വൃത്തികേടുകൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് CPM-നെ ഇങ്ങനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കും. ആളുകൾ അയാളെ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കും. എനിക്ക് കിട്ടിയ 1-2 സമയത്തൊക്കെ ഞാൻ നല്ല പേജായിട്ട് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ CPM-ന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ CPM-ൻ്റെ ഒരു ഗതികേട് നിൻ്റെ പേരോ റെജി ലൂക്കോസ് എന്ന് നമുക്ക് തോന്നുന്ന നിലയിലാണ് മ്ലേച്ഛമായി പരിഹാസ്യമായി അയാൾ CPM-നെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്നും CPM-കാർ ഇയാൾ ഇടതുപക്ഷ നിരീക്ഷകനല്ല എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരൊറ്റ രാത്രി കൊണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരൊറ്റ രാത്രി കൊണ്ട് അയാൾ CPM-ൽ നിന്ന് നേരെ BJP ആയി. ഇപ്പോൾ CPM-കാരൻ BJP ആകാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞില്ല. CPM-കാരൻ ഇങ്ങനെ BJP-ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലൊരു അന്തരാള ഘട്ടം ഉണ്ടാകുമല്ലോ. CPM-നെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു, പിന്നെ ഒരു നിശബ്ദതയുടെ ഘട്ടം, കാരണം ഒരു കൺഫ്യൂഷൻ്റെ ഒരു ഘട്ടം ഉണ്ടാവും. അത് 2-3 മാസമെങ്കിലും തുടരില്ല. അതിനുശേഷം ആകാമല്ലോ BJP-യിലേക്ക്. ഇതങ്ങനല്ല. ഇന്നലെ വരെ CPM-നെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു, ഇന്ന് BJP. ഇതാണ് CPM-ൻ്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക. CPM-നെ ന്യായീകരിക്കാൻ ആരുമില്ലാത്ത സമയത്ത് കയറി വരുന്ന ഇതുപോലുള്ളവന്മാർ CPM-നെ എന്തൊക്കെയോ പറയുന്ന ന്യായീകരിക്കുന്നു. തൊട്ട് പിറ്റേ ദിവസം നേരെ BJP-യിലേക്ക് പോകുന്നു, ആ കാവിഷോളെടുത്ത് അണിയുന്നു. ഇനി നാളെ മുതൽ അയാൾ BJP-കാരൻ. ഇത് CPM ജീർണതയുടെ ഒരു വശം. മറുവശത്ത് CPM ജീർണതയുടെ വേറൊരു വശമാണ് BN ഹസ്കർ. പക്ഷേ BN ഹസ്കറിനെ അങ്ങനെ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ BN ഹസ്കർ എനിക്കൊന്നൊരു 5-6 വർഷക്കാലമായി CPM-നെ അന്ധമായി വന്ന് പിണറായി വിജയനെയും CPM-ന്റെ എല്ലാ തെറ്റായ നടപടികളെയും അന്ധമായി വന്നിരുന്ന് നിരന്തരമായി ന്യായീകരിച്ചുകൊണ്ടിരുന്ന ആളാണ് BN ഹസ്കർ. ഞാനൊക്കെ ആയിട്ട് പലതവണ വലിയ തർക്കങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടു. കാരണം അതുപോലുള്ള അബദ്ധങ്ങൾ വിളിച്ചു പറയും CPM-ന് അനുകൂലമായിട്ട്. CPM-നെ ന്യായീകരിക്കാൻ ആരുമില്ലാത്ത സമയത്ത് ഇയാൾ വന്നിരുന്നിട്ട് ഈ വൃത്തികേട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊക്കെ ആലോചിക്കും എന്തൊരു കഷ്ടമാണ്. പക്ഷേ വളരെ സൗമ്യമായിട്ടുള്ള ഭാഷയിലാട്ടോ സംസാരിക്കുന്നത്. അതുകൊണ്ട് സംസാര രീതിയൊന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. വളരെ ഈ പറഞ്ഞ പോലെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയാണെന്ന് തോന്നുന്ന നിലയിലാണ് ഈ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴും CPM-നെ ആദ്യാവസാനം ന്യായീകരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് BN ഹസ്കർ. പക്ഷേ ആ BN ഹസ്കറിന് പോലും
CPM ഇപ്പോഴത്തെ ജീർണത സഹിക്കാൻ മേലാത്ത നിലയിലേക്ക് മാറി എന്നുള്ളതാണ് വസ്തുത. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയത്തിലും ഒക്കെ തന്നെ BN ഹസ്കറിന് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വികാരങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് മാറി. അയാൾ ചാനലിൽ വന്നിരുന്നുകൊണ്ട് എന്താ പറഞ്ഞത്? അയാൾ ചാനലിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞത് CPM നയങ്ങൾക്ക് വിരുദ്ധമാണിത്. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം എടുത്ത് ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ വണ്ടിയിൽ കയറ്റിയത് CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനത്തിനെതിരാണ്. CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ BJPയുടെ ആളാണ്, അതിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് പറഞ്ഞ് പാർട്ടിയുടെ രേഖകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BN ഹസ്കർ പാർട്ടിയുടെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളെ വിമർശിച്ചത്. അതിനയാൾക്ക് അവകാശമില്ലേ സുഹൃത്തുക്കളെ? അവകാശമില്ലേ? കമ്മ്യൂണിസ്റ്റാണെന്നുള്ള നിലയിൽ അയാൾക്ക് പാർട്ടി വിമർശിക്കാനുള്ള അവകാശമില്ല. ഉടനെ പാർട്ടി നേതാക്കന്മാർ ഇടപെട്ടു, എന്നിട്ട് പറഞ്ഞു ഇനി മേലാൽ. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത് പറയാൻ പറ്റാത്ത ഒരു നില വന്നു. അയാൾക്ക് ഈ റെജി ലൂക്കോസിനെ പോലെ ഈ പറഞ്ഞ പോലെ തെണ്ടിത്തിരിഞ്ഞ് BJPയിലേക്ക് പോകാൻ അയാളുടെ മനസ്സനുവദിച്ചില്ല. അയാൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5-6 വർഷക്കാലമായി CPM ന്യായീകരിക്കാൻ ആരുമില്ലാതിരുന്ന സമയത്ത് പോലും CPM ന്യായീകരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ഈ BN ഹസ്കർ. അയാൾക്ക് പോലും അയാളുടെ മനസ്സനുവദിച്ചില്ല. അയാളുടെ മനോവ്യഥ കൊണ്ട് അയാൾ വസ്തുതകൾ വിളിച്ചു പറഞ്ഞു പോയി. അയാൾ ഇനി എത്ര നാൾ CPM തുടരുമെന്ന് എനിക്കറിയത്തില്ല. അയാളുടെ കൈകാലം വല്ലതും പോകുമെന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. പക്ഷേ അയാൾ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അയാൾ കഴിഞ്ഞ ദിവസം തൻ്റെ തീരുമാനം പൂർണ്ണമായും ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്തിമമായി സൂചിപ്പിക്കാനുള്ളത്, ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ CPM ജീർണതയും, വേറൊരു തലത്തിൽ നോക്കിയാൽ CPM അടിത്തട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറികളും, ഒരു വശത്ത് CPM ജീർണതയും, രണ്ടാമത് CPM അടിത്തട്ടിൽ അണികൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറികളുടെയും പ്രതിനിധികളാണ് ഒരു വശത്ത് റെജി ലൂക്കോസും മറുവശത്ത് BN ഹസ്കറും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു വശത്ത് റെജി ലൂക്കോസ് ഇതുപോലുള്ള ഇരട്ടത്താപ്പുകൾ കാണിച്ച് പരിഹാസ്യമാകുമ്പോൾ, മറുവശത്ത് പാർട്ടിയുടെ അടിത്തട്ടിൽ പാർട്ടി ഇപ്പോൾ എടുക്കുന്ന ഈ നിലപാടുകൾ, CPM എടുക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച് വളരെ അതിഗുരുതരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നുണ്ട് എന്നതിൻ്റെയും ഉദാഹരണങ്ങളാണ് റെജി ലൂക്കോസും BN ഹസ്കറും.